ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇംഗ്ലണ്ടിൽ ആണ് പുള്ളി താമസം. വർഷത്തിലൊരിക്കൽ കേരളത്തിൽ വരും. അദ്ദേഹം എന്നോട് പറഞ്ഞ് അവിടെ വെച്ച് പുള്ളിക്ക് തലവേദന ഇങ്ങനെ കൂടെ ഉണ്ടാകുന്നു. തലവേദന കൂടെ ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ കേരളത്തിലെ പോലെ തലവേദന ഉണ്ടായ ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ENTനെയോ ഒന്നും സ്പെഷ്യലിസ്റ്റിനെ കാണുന്ന ഒരു രീതി അവിടെ ഇല്ല. അവിടെ നമ്മൾ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP എന്നാണ് പറയുന്നത്. GPയെ കണ്ട് GP റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പ്രാഥമിക ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മളൊരു ജനറൽ പ്രാക്ടീഷണർ കാണുന്നു. അദ്ദേഹം നമുക്ക് കുറച്ച് മെഡിസിനും ഗൈഡൻസും ഇൻവെസ്റ്റിഗേഷനൊക്കെ തരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് ലെവല് നമ്മളൊരു ഫിസിഷ്യൻ ലെവൽ കാണുന്നു. അവർ റെക്കമെൻഡ് ചെയ്ത് സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു. ആ രീതിയിലാണ് നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ വയറുവേദന ആയിക്കോട്ടെ, തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നാലും നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണുക. ആ സ്പെഷ്യലിസ്റ്റ് നമുക്ക് പലപ്പോഴും സ്പെഷ്യലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ രോഗം നിസ്സാരമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീംസ് ആണ് സ്പെഷ്യലിസ്റ്റ് പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ തലവേദന ചിലപ്പോൾ ട്യൂമർ ആണോ എന്നാണ് ആദ്യമേ അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CT സ്കാൻ ആദ്യമേ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷണൽ മെഡിസിനിലേക്ക് നമ്മൾ ആദ്യമേ പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചോളം ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അനാവശ്യമായ ചികിത്സകൾ ഇൻവെസ്റ്റിഗേഷൻസും വരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇപ്പോഴും തുടരുന്ന ആ കുടുംബ ഡോക്ടർ കൺസെപ്റ്റ്, ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് എന്ന് പറയും. അത് കേരളത്തിലുള്ളവർ കേട്ടിട്ട് പോലും ഇല്ല. പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 50 വർഷം പിന്നോട്ട് പോയാൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ ചികിത്സിക്കാനായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് MBBS ആയുർവേദോ ഹോമിയോപ്പതി ഏതെങ്കിലും ഡോക്ടർമാരെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് എന്താണ് യഥാർത്ഥ കാരണം, ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിലെ സ്ട്രെസ്സാണോ, എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ പ്രശ്നമാണോ, ഉറക്കക്കുറവാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഗൈഡ് ചെയ്ത് ആ കാരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമ കാണിക്കാത്ത ഡോക്ടർമാർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾ ഒരിക്കലും നമ്മളെ ശരിയായ ഒരു ഗൈഡൻസ് തരുന്നില്ല. അപ്പോൾ ഒരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട സമയം സംജാതമായിരിക്കുന്നു.